മഹത് വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ രാജ്യം സുദീർഘകാലം വൈദേശിക ആക്രമണത്തിനും വൈദേശിക ആധിപത്യത്തിനും അടിപ്പെട്ടു പോയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ആക്രമണങ്ങൾ കേവലം സൈനികപരം മാത്രമായിരുന്നില്ല. സാമ്പത്തിക മേഖലയിലും സാംസ്കാരിക മേഖലയിലുമെല്ലാം ഭാരതത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ ഈ ആക്രമകാരികൾ നടത്തിയിരുന്നു. ദൗർഭാഗ്യവശാൽ 1947 നമ്മുടെ നാട് സ്വതന്ത്രമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഈ വൈദേശിക ശക്തികൾ തുടങ്ങിവെച്ച സാംസ്കാരിക ആക്രമണം ഒരു കുറവും കൂടാതെ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ ജീവിത സമ്പ്രദായങ്ങൾക്ക് നേരെ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. വലിയൊരളവ് അതിന് കാരണം സ്വതന്ത്ര ഭാരതം അതിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്വദേശീയമായ പരിവർത്തനം വരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വൈദേശിക ആശയങ്ങൾ, വൈദേശിക ഭരണാധികാരികൾ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തുടർന്നുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി നമ്മുടെ നാടിനെ സാംസ്കാരികമായി ദുർബലപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ വളരെ വലിയ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് സൊസൈറ്റിയായി നമ്മുടെ ഭാരതത്തിലെ സമൂഹത്തെ മാറ്റി തീർക്കാൻ അതിൽ ഒരു വളരെ വലിയൊരളവ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഭാരതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളും ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് വിമുക്തമായി വരികയാണ്. ഇനി എന്താണ് ഭാരതം? ഭാരതത്തിന്റെ പൈതൃകം എന്താണ്? ഭാരതത്തിന്റെ സംസ്കൃതി എന്താണ്? ഭാരതീയ ജീവിത മൂല്യങ്ങൾ എന്താണ് എന്ന് നമ്മുടെ വർത്തമാനകാല സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച അംഗീകാരം, ആദരവ് എല്ലാം. ഭാരതത്തെ ഒരു നേതൃപദവിയിൽ കാണാൻ ലോകരാജ്യങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും ഭാരതത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്, ഭാരതത്തിന്റെ മാർഗദർശനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭാരതത്തെ ഒരു നേതൃത്വം എന്നുള്ള നിലയിലാണ് ലോകരാജ്യങ്ങൾ ഇന്ന് കാണുന്നത്. അതിൻ്റെ ഒരു മുഖ്യമായ കാരണം നമ്മൾ നമ്മുടെ സാംസ്കാരിക തനിമയെ മെല്ലെ മെല്ലെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ഇത് കേരളമാണ് എന്നുള്ളതാണ്. ഇത് കേരളമാണ് എന്നുള്ള മുദ്രാവാക്യം ഇവിടെ ഉയർത്തപ്പെടുന്നതിന്റെ ഒരു മനഃശാസ്ത്രം ഇത് ഭാരതമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭാരതീയമായ ദേശീയമായ ആശയങ്ങളെ പറ്റി പറയുമ്പോൾ അവർ ഇത് കേരളമാണ് എന്നാണ് അവർ പറയുന്നത്. അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ചുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ചേർന്ന് ഒരു കട്ടിംഗ് സൗത്ത് എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒന്ന് ഭാഷാ വിവാദം. അപ്പോൾ ഉത്തരേന്ത്യൻ ഭാഷ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിവാദം. രണ്ടാമത്തേത് ഈ സാമ്പത്തികം, നമ്മൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നു,
അത് മുഴുവൻ ഉത്തരഭാരതീയൻ കൊണ്ടുപോകും. ഏറ്റവും അവസാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഡീലിമിറ്റേഷൻ്റെതാണ്. ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പാർലമെന്റിലെ ദക്ഷിണ ഭാരതീയന്റെ പ്രാതിനിധ്യം ഇല്ലാതാവും, ഉത്തരഭാരതീയന്റെ ഭരണം എല്ലാ കാലവും നടക്കും. ഇതുപോലെ നിരവധി വിഷയങ്ങൾ, ഇപ്പൊ ഈ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കട്ടിംഗ് സൗത്ത് എന്നുള്ള ആശയത്തിന് ശക്തി പകരുന്ന പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം പലകുറി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഡീലിമിറ്റേഷൻ കൊണ്ട് ആരുടെയും പ്രാതിനിധ്യം കുറയാൻ പോകുന്നില്ല, അതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്കും ഗവൺമെന്റ് കടന്നിട്ടില്ല. പക്ഷെ അത് കടന്നാൽ തന്നെ നിലവിലുള്ള പ്രാതിനിധ്യത്തിന്റെ പെർസെന്റേജ് അനുസരിച്ച് അത് സംഭവിക്കുകയുള്ളൂ. ഭാഷയെ സംബന്ധിച്ച് ഒരു നിർബന്ധവും വിദ്യാഭ്യാസ പദ്ധതിയിലടക്കം പറഞ്ഞിട്ടില്ല. പക്ഷെ അനാവശ്യമായി അതൊരു വാശിയായി ഉയർത്തുകയാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഈ പറഞ്ഞ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ വിശദീകരണങ്ങൾ അവർക്ക് ആവശ്യമില്ല, അവർക്ക് മുദ്രാവാക്യങ്ങളാണ് ആവശ്യം. അത് ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതോടൊപ്പം നമ്മുടെ സാംസ്കാരിക മാനബിന്ദുക്കളെ ഇടിച്ചു തകർക്കുക. കാരണം നമ്മളെ നമ്മളായി നിലനിർത്തുന്ന, നമ്മളെ ഒന്നായി നിലനിർത്തുന്ന നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവസാനം നമ്മൾ നോക്കും, നമ്മുടെ കേരളത്തില് ഏതാണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെല്ലാം താറുമാറായിപ്പോയി. പഴയ കാലത്ത് ഈ രാത്രി 11 മണി 12 മണി രാവെളുപ്പോളം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടന്നിരുന്നതാണ്. ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്സവം എന്ന് പറഞ്ഞാൽ രാവും പകലും ജനങ്ങൾ അമ്പലത്തിലാണ്. ഇപ്പൊ 10-10:30 പോലീസുകാരെ സ്റ്റേജിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. അപ്പൊ ക്ഷേത്രങ്ങളിൽ ഉത്സവം ഒരു ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ്. പരമ്പരാഗതമായി നടക്കുന്ന ആചാരങ്ങൾ അതിനെ എങ്ങനെ തകർക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ വളരെ ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായി ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭരണത്തിന്റെ ഉപദേശക സമിതികളിൽ ഈ നിരീശ്വരവാദ രാഷ്ട്രീയക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ്. അവരവിടെ ചെങ്കൊടി ഉയർത്തും, അവരവിടെ ചെകുവേര ഉയർത്തും. അവർക്ക് പറ്റാത്തടത്ത് ദേവസ്വം ബോർഡിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള സർക്കസുകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോ സമൂഹത്തെ ജാതി ഭേദമന്യേ ഒന്നിച്ചു കൂട്ടുന്ന ഒരിടമായി ക്ഷേത്ര സങ്കേതങ്ങൾ മാറുകയും നമ്മുടെ സമൂഹം ക്ഷേത്ര സങ്കേതങ്ങളിലൂടെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ ഇത്തരം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് തീവ്രവാദം, ഭീകരവാദം യാതൊരു മറയുമില്ലാതെ രാജ്യത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ പൊതുമധ്യത്തിൽ ആരാധിക്കുന്നു. ഹമാസ് പോരാളികളുടെ ചിത്രങ്ങൾ, ദേശോത്സവം എന്ന പേരിൽ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ട് പലസ്തീൻ ഭീകരവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. അത് അത്തരം ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാഥകൾ നടത്തുന്നു. ഇതെല്ലാം സംഭവിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേരളത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഇത്ര സ്വതന്ത്രമായി, സ്വതന്ത്രമായി സംഘടിപ്പിക്കുന്നു? എന്തുകൊണ്ട് രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ഇപ്പോൾ ഇത് സാധ്യമല്ലാതായിരിക്കുന്നു? ഒരു കാലത്ത് ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി എന്ന് മുദ്രാവാക്യം മുഴക്കിയ JNU ക്യാമ്പസിൽ വന്ദേ മാതരത്തിന്റെ ഘോഷമാണ് മുഴങ്ങുന്നത്. അങ്ങനെ ഭാരതത്തിൽ സാംസ്കാരികമായി
നമ്മുടെ അക്കാഡമിക് ഗവേഷണ സ്ഥാപനങ്ങളെയൊക്കെ കൈയടക്കി വെച്ചിരുന്ന ഈ ദേശവിരുദ്ധ ശക്തികളെ ഘട്ടം ഘട്ടമായി പുറത്താക്കുകയും അവിടെ ദേശഭക്തിയുടെ ആരാധകർ അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെവിടെ ഇത് സാധ്യമല്ല. ഈവൻ ജമ്മു കാശ്മീരിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഹൽഗാമിലെ ഈ കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേ ദിവസം കാശ്മീരൊട്ടാകെ ഭീകരവാദികൾക്കെതിരായി ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും കാലത്ത് ആരുടെയെങ്കിലും വിദൂര സ്വപ്നങ്ങളിൽ പോലും കാശ്മീർ ഭീകരവാദികൾക്കെതിരെ ഒരു ഹർത്താൽ നടത്തുന്ന സംസ്ഥാനമാണെന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞ കാശ്മീരിൽ പോലും ഈ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം കുറച്ച് വേറിട്ട് നിൽക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം. ഇത് കേരളമാണ് എന്ന മുദ്രാവാക്യത്തിന്റെ മറവിൽ ഈ വേറിട്ട് നിൽക്കൽ പ്രകടമാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഇന്ന് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗം, മാധ്യമ രംഗം, അക്കാഡമിക് മേഖല, ഇതെല്ലാം ഈ പറഞ്ഞ ഒരു നമ്മുടെ ദേശവിരുദ്ധമായ ശക്തികളുടെ കൈകളിലാണ് ഇന്നും നിലനിൽക്കുന്നത്. അവരാണ് ഇതിനെല്ലാം സ്വാധീനിച്ചിരിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളെ നോക്കൂ. നമ്മുടെ തുഞ്ചൻ പറമ്പിന്റെ അവസ്ഥ എന്താണ്? ശങ്കരാചാര്യരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അക്കാഡമിക് ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ പുറത്തുവരുന്ന ഗവേഷണ പ്രബന്ധങ്ങളുടെ സ്ഥിതി എന്താണ്? ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം പുറത്തു വരുന്നത് സംസ്കാര വിരുദ്ധമായ, ദേശവിരുദ്ധമായ ചിന്തകളും ആശയങ്ങളും. അത്തരം ഒരു ഇക്കോസിസ്റ്റം അത് വളർത്തിയെടുത്തിരിക്കുന്നു. ആ ഇക്കോസിസ്റ്റത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമ മേഖല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. എവിടെയെങ്കിലും ഇസ്ലാമിക ഭീകരവാദികൾ വളരെ നഗ്നവും പൈശാചികവുമായ രീതിയിൽ ക്രൂരമായ ആക്രമണം നടത്തിയാൽ അവരെ ശ്രമിക്കുന്നത് അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ അവരെ ന്യായീകരിക്കാം. ഞാൻ പഹൽഗാമിന്റെ കാര്യം പറയുന്നില്ല, പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുള്ളത് മാറാടിന്റെ കാര്യമാണ്. ഈ കേരളത്തിൽ കോഴിക്കോട്ട് കടപ്പുറത്ത് നിരപരാധികളായ, നിസ്സഹായരായ, സാധുക്കളായ 8 മത്സ്യത്തൊഴിലാളികളെ അരിഞ്ഞു വീഴ്ത്തി. ആ സംഭവത്തിന് പിന്നിൽ വളരെ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു. വളരെ പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് നടത്തിയത്. ഇതെല്ലാം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരുന്നു. ഈ മാറാട് കൂട്ടക്കൊല നടന്നതിന് ശേഷമുള്ള പത്രമാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നമ്മുടെ പ്രസാദ് ബാബുജിയൊക്കെ ഞങ്ങളൊന്ന് കോഴിക്കോടുണ്ട്. ഓരോ ദിവസത്തെയും പത്രങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 ദിവസം ഈ പറഞ്ഞ സാംസ്കാരിക നായകന്മാരാകട്ടെ, മതേതര രാഷ്ട്രീയക്കാരാകട്ടെ, ആരും തന്നെ ഒരു തരത്തിലുള്ള റിയാക്ഷൻ കൊടുത്തിട്ടില്ല. മെയ് 3-ാം തീയതി ഈ പരിപാടി, ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു. ഒരു 10-12 ദിവസത്തേക്ക് അവരെ ആരെയും കാണാനില്ല. 8 പേര് നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് ആരുടെയും റിയാക്ഷൻ ഇല്ല. പക്ഷെ മെയ് 15-ാം തീയതി ഒരു സംഭവം നടന്നു. ആ സംഭവം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും സമാദരണീയനായ ഒരു വ്യക്തി വന്ന് പങ്കെടുക്കുക. അദ്ദേഹത്തെ നിന്ദിക്കാൻ ഞാൻ പറയുന്നതല്ല, എന്നാലും ആ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പരിപാടി നടത്താൻ അവിടെ ധൈര്യം ഉണ്ടായില്ല. അതുവരെ മുസ്ലിം ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്ന ധൈര്യം ഉണ്ടായില്ല.
അവരെ പിന്തുണയ്ക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. അത്രയും പ്രകടമായ ഒരു ക്രൂരമായ സംഭവമാണ്. ആദ്യമായിട്ട് മാറാട് ഇഷ്യൂ, മാറാട് പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട നിസ്സഹായരായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ഒരിക്കലും പറ്റാത്ത കണ്ണുനീരിന്റെ വിഷയമല്ല, മറിച്ച് അവരെ കൂട്ടക്കൊല ചെയ്യാൻ കൂട്ടുനിന്ന, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് പലായനം ചെയ്ത ഇസ്ലാമിക ഭീകരവാദികളുടെ പ്രശ്നമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് മാറാടിന്റെ ആവശ്യം എന്നാദ്യമായി ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പിന്റെ ഒരു പരിപാടിയിൽ വന്നിട്ട് ആവശ്യപ്പെടുന്ന സാംസ്കാരിക നായകനാണ്. അതൊരു തുടക്കമാണ്. പിന്നെ നിങ്ങൾ മെയ് 15 ശേഷമുള്ള പത്രമാധ്യമങ്ങൾ നിങ്ങൾ എടുക്കുന്നത്, ഞാൻ പറയുന്ന മെയ് 15 വരെയുള്ള പത്രങ്ങൾ, മെയ് 15 ശേഷമുള്ള പത്രങ്ങൾ, ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കെല്ലാം പത്രത്തിന്റെ കട്ടിങ്സുകൾ ഞാൻ തരാൻ തയ്യാറാണ്. അപ്പൊ അത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മെയ് 15 ശേഷം, ഈ പരിപാടിക്ക് ശേഷം, കൃഷ്ണയ്യർ ഈ പ്രശ്നം നടത്തിയതിനു ശേഷം അവിടെ ഒരു മീറ്റ് ദി പ്രസ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ അന്നത്തെ പത്രം, ഈ സാംസ്കാരിക നായകന്മാരുടെ നിലപാടുകളൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിലും ഒരു കാര്യം ഞാൻ യാതൊരു സംശയമില്ലാതെ പറയാം, അന്നത്തെ കോഴിക്കോട്ടുള്ള മാധ്യമ പ്രവർത്തകർ അവരെ ഈ മാറാട് വിഷയത്തിൽ വളരെ സത്യസന്ധവും ധീരവുമായ നിലപാട് കൈക്കൊണ്ടു. അതുകൊണ്ട് വി ആർ കൃഷ്ണയ്യരുടെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ കൃഷ്ണയ്യർക്ക് ഈ വാദം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. മാധ്യമപ്രവർത്തകരുടെ നിശിതമായ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആ പരിപാടി പകുതിക്ക് വെച്ച് നിർത്തി ഇറങ്ങിപ്പോയി. ഇതിന് ഞങ്ങൾ സാക്ഷിയാണ്. ഇന്നത്തെ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് ആ സത്യസന്ധത ഉണ്ടായിരുന്നു. മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ഇന്നും ആ സത്യസന്ധത കണ്ടേക്കാം. പക്ഷെ മാധ്യമങ്ങളുടെ പൊതു പോളിസി അതായിരുന്നില്ല. അന്നും അങ്ങനെയായിരുന്നില്ല, ഇന്നും അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് അറിയാവുന്ന, നേരിട്ട് അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതിനുശേഷം എല്ലാ സാംസ്കാരിക നായകന്മാര്, കവികള്, സാഹിത്യകാരന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര് കേരളത്തിന്റെ ചരിത്രത്തിൽ, അതായത് ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ രണ്ട് പ്രബല രാഷ്ട്രീയ എതിരാളികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും. ഇന്നിപ്പോ അവർ ഒരു മുന്നണിയിലാണ് കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്ത് അവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഒരു കാലത്ത് ഇവർ രണ്ടും ഒരു മുന്നണി വരുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡന്റ് ആദ്യമായി ഒരു വേദിയിൽ വരുന്നത് മാറാട്ടെ ഈ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്ന് അവിടെ നിന്ന് ഓടിപ്പോയ മുസ്ലിങ്ങളെ മാറാട്ടെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടാനായിരുന്നു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലെ KPCC പ്രസിഡന്റും ശ്രീ K മുരളീധരൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയനും ഒരേ വേദി അടുത്തടുത്തിരുന്നു. ആദ്യമായി അവരുടെ ആവശ്യം മാറാട്ടെ കൊല്ലപ്പെട്ട അശരണരായ ആളുകളുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സഹായം നൽകണമെന്നായിരുന്നില്ല. അവരുടെ ആവശ്യം മാറാട്ടെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നില്ല. അവരുടെ ആവശ്യം ഒരേ ഒരു ആവശ്യമായിരുന്നു, മാറാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയ, അവർ പലായനം ചെയ്തതല്ല, ഒഴിഞ്ഞു കൊടുത്തതാണെന്ന് പറയാൻ വളരെ സുസ്പഷ്ടമായ ഒരു ഉദാഹരണമാണ്. അതായത് മെയ് 2-ാം തീയതി കൊലപാതകങ്ങൾ നടന്ന് മെയ് 3-ാം തീയതി ഇറങ്ങിയ മാധ്യമ ദിനപത്രം, പിന്നീട് ആ പത്രം ആരും കണ്ടിട്ടില്ല. ഞങ്ങളന്നത് അവിടെ കോഴിക്കോട് ഈ പത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേസൊക്കെ നടക്കുമ്പോൾ നമ്മളത് ആ പത്രം ഉപയോഗിച്ചതാണ്. അതിനൊരു സംഭവം പറയുന്നത്, പോലീസുകാരെ പിറ്റേ ദിവസം ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു വൃദ്ധനെ രക്ഷപ്പെടുത്തുന്നു. ആ വൃദ്ധനെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടാണ് ആ വീട്ടുകാർ പോയത്.
ആ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ സ്ത്രീകൾ മാറാതെ ഒഴിവായി കഴിഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ആ കൊലപാതകം നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി മാറാട് നിന്ന് ഒഴിഞ്ഞുപോയ ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ആയിരുന്നു പിറ്റേ ദിവസത്തെ ഈ സമ്മേളനം നടന്നതിന്റെ പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, മിക്കവാറും എല്ലാ പത്രങ്ങളിലും കാണാൻ ഞാൻ എടുത്തു വെച്ച പത്രം ഹിന്ദു പത്രമാണ്. ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഈ കെ മുരളീധരനും പിണറായി വിജയനും പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം അച്ചടിച്ചു വന്നിരുന്നു. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ സാംസ്കാരിക രംഗം കേരളത്തിൽ അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല. ഇപ്പൊ കുറച്ചൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തൊട്ടാകെ ഉണ്ടായിരിക്കുന്ന ഈ ഉണർവ് അവർക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒറ്റയിടിക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചു കാലം രാജ്യസ്നേഹമൊക്കെ പറഞ്ഞിട്ട് മെല്ലെ മെല്ലെ അത് ശരി ഇത് ശരി എന്ന് പറഞ്ഞു തുടങ്ങും. പിന്നെ ഇത് മാത്രമാണ് ശരി എന്നതിലേക്ക് വരും. ആചാര്യ വിനോബ ഭാവെ ഭഗവത്ഗീതയിൽ അർജുനന്റെ ക്ലീബതയെ ഉദാഹരിക്കാൻ ഒരു ഉദാഹരണം പറയും. ആ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യായാധിപൻ, ആ ന്യായാധിപൻ ഒരുപാട് വളരെ കർശനമായി നിയമം പാലിക്കുന്ന ഒരു ന്യായാധിപൻ, യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത ഒരു ന്യായാധിപൻ, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന കുറ്റവാളികൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ന്യായാധിപൻ, അദ്ദേഹം നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു ന്യായാധിപൻ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്നിൽ കുറ്റവാളിയായി വന്നു നിന്നത് സ്വന്തം മകനായി. അപ്പോ ഈ ന്യായാധിപൻ, അതുവരെ നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച ഈ ന്യായാധിപൻ വധശിക്ഷയ്ക്ക് പറ്റുന്ന ഒരു കുറ്റം ചെയ്ത് കുറ്റവാളിയായി സ്വന്തം മകനെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നീതിബോധം വേറൊരു രീതിയിൽ ഉണർന്നു. ഈ വധശിക്ഷ വളരെ പ്രാകൃതമാണ്, ഇതിനൊരു അനീതിയില്ലേ, ഒരാൾക്ക് നേരെയാവാൻ സമയം കൊടുക്കണ്ടേ, മാപ്പ് കൊടുക്കുക എന്നുള്ളത് മാനവികതയല്ലേ? ഉടനെ ന്യായാധിപന്റെ ബോധമുണർന്നു. ഈ അർജുനന്റെ ശ്രീകൃഷ്ണൻ ആ മനോഭാവത്തെ നപുംസകത്വം എന്നാണ് പറഞ്ഞത്. ആ മനോഭാവത്തെ ഉദാഹരിക്കാൻ ആചാര്യ വിനോബ ഭാവെ പറഞ്ഞതാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക രംഗം, അതുപോലെ ഈ തീവ്രവാദ പക്ഷത്തെ അനുകൂലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമരംഗം, അവരെല്ലാം എടുത്തടിഞ്ഞിരിക്കുന്ന മുഖംമൂടി ഈ നപുംസകത്തിൻ്റെതാണ്. ഇപ്പൊ യുദ്ധം ശരിയല്ല, യുദ്ധം കൊണ്ട് നഷ്ടങ്ങളല്ലേ ഉണ്ടാവും, രണ്ട് രാജ്യത്തിനും നഷ്ടം ഉണ്ടാവും. ഞാൻ മാനവികതയുടെ പക്ഷത്താണ്, ഇതൊക്കെയാണ് പറയുന്നത്. ഈ മാനവികതയുടെ പക്ഷത്തുള്ളവർ 25 പേരെ തുരൂര വെടിവെച്ചിട്ടപ്പം മിണ്ടിയവരല്ല. 25 മരിച്ചു വീണവരുടെ മാനവികതയെ പറ്റി അവർക്ക് പ്രശ്നമല്ല. കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ മാനവികത അവർക്ക് പ്രശ്നമല്ല. ഇപ്പൊ കേരളത്തിൽ ഈ സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്നു. സാംസ്കാരിക അന്തരീക്ഷം എന്നല്ല, സംസ്കാര വിരോധമായ, ദേശീയ വിരോധമായ ഈ ചിന്തകളുടെ അവശേഷിപ്പുകൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്. ആ അവശേഷിപ്പുകളാണ് നമ്മുടെ പല മാധ്യമങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പരിതസ്ഥിതിയിലാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ജന്മഭൂമി ഒരു വ്യത്യസ്തമാർന്ന ദൗത്യവുമായി ഇവിടെ നിലനിൽക്കുന്നത്. ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ കേരളം മുഴുവൻ ആദരിച്ചിരിക്കുന്ന PVK നെടുങ്ങാടി സാറിനെ, P നാരായണജിയെ, ദത്താത്രേയ റാവുജിയെ കയ്യാമം വെച്ച് റോഡിൽ കൂടി നടത്തിക്കൊണ്ടുപോയി ജയിലിട്ടു. പക്ഷെ വളരെ കേരളത്തിന് മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന മഹത് വ്യക്തിത്വങ്ങൾ ജന്മഭൂമിക്ക് കാലാകാലങ്ങളിൽ ജന്മഭൂമിയെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. MP മൻമോഹൻ സാർ അടിയന്തരാവസ്ഥ കഴിഞ്ഞോടനെ നമ്മൾ പത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ MP മൻമോഹൻ സാർ നമ്മുടെ പത്രാധിപരായിരുന്നു.
ദീർഘകാലം മാതൃഭൂമിയുടെ സഹപത്രാധിപരായിരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വീർട്ട പോരാളിയായിരുന്ന വി എൻ കൊളാത്ത് സാർ ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു. നാരായൺജി ദീർഘകാലം പത്രാധിപരായിരുന്നു. കുമ്മനം രാജേട്ടൻ പത്രാധിപരായിരുന്നു. തുറവൂർ വിശ്വംഭരൻ സാർ അദ്ദേഹം ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു. ഈ കേരളത്തിലെ ആദ്യത്തെ വനിതാ പത്രാധിപ അത് ജന്മഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടാണ് ലീലാമേനോൻ സാർ. ലീലാമേനോൻ, ശ്രീമതി ലീലാമേനോൻ. അസാമാന്യമായ കരുത്തിന്റെ ഉറവിടമാണ് ആ സ്ത്രീ. അവര് ഈ ശരീരം മുഴുവൻ രോഗമാണ്. എല്ലാ ദിവസവും ഓഫീസിൽ വരും. എൻ്റെ അടുത്ത് എല്ലാ ദിവസവും ഞാനിപ്പോ ഈ അവരുടെ ആരോഗ്യാവസ്ഥയൊക്കെ കണ്ടിട്ട് ഞാൻ പറയും ഇങ്ങനെ എല്ലാ ദിവസവും വരേണ്ട കാര്യമില്ല, ജന്മഭൂമിയിൽ അവിടെ വന്ന ആളുകൾ കണ്ടോളും. അപ്പൊ എല്ലാ ദിവസവും വരരുത് എന്ന് ഞാൻ പറയരുത്, അതാണ് അവരുടെ ആവശ്യം. ഞാനിവിടെ വരുന്നതാണ് എൻ്റെ ശക്തി. ഞാൻ അങ്ങനെ പറഞ്ഞതിന് വെച്ചിട്ട് അവരൊരു ലേഖനം ജന്മഭൂമിയിൽ എഴുതിയിരുന്നു. ഈ പ്രായം ചെയ്യുന്നവരുടെ അവരുടെ ഈ നിലനിൽപ്പിന്റെ ശക്തി എന്താണെന്നുള്ളത് വി എസ് സത്യസന്ധത്തേക്ക് ഉദാഹരണം വെച്ചിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് ശക്തരായിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവസാനമൊക്കെ സമയമായപ്പോ മെഡിക്കൽ ട്രസ്റ്റിൽ ചികിത്സയിൽ അഡ്മിറ്റായി, പലപ്പോഴും ബോധം അറിയുന്നു. അപ്പൊ ഞാൻ പോയി കണ്ടപ്പോ എന്നെ തിരിച്ചറിഞ്ഞു, നല്ല സന്തോഷം. അപ്പോഴും വലിയ ആരോഗ്യവതിയാണെന്നുള്ള ഭാവത്തിൽ എന്നോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് സ്ഥിതി. അപ്പൊ എന്റെ അടുത്ത് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ പറഞ്ഞത് അവര് എന്നെ മരിച്ചു കഴിയേണ്ട സ്ത്രീയാണ്, പക്ഷെ ലീലാമേനോൻ ആയതുകൊണ്ട് ഞങ്ങളൊന്നും പറയത്തില്ല എന്നാണ്. കാരണം മരണത്തിന് അവരെ ഭയമാണ്. അല്ലെങ്കിൽ അവർ എന്നെ ഈ എത്ര ഒരു 80% കരടില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ലീലാമേനോൻ ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയത്തില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്രയും കരുത്തുള്ള ഒരു വനിത അവര് ജന്മഭൂമിയുടെ പത്രാധിപയായിരുന്നു. അന്നും ഇന്നും ഇത്രയധികം വനിതാ വിമോചകരുള്ള ഒരു പത്രത്തിൽ, ഒരു കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിന് വനിതാ പത്രാധിപ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജന്മഭൂമിക്കേ ഉള്ളൂ എന്ന് ഞാൻ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ രംഗത്തെ അധികായന്മാരെന്ന് ഞാൻ പറയുന്നത് മറ്റു തരത്തിലുള്ള അധികാരത്തിന്റെ രീതിയിലുള്ളതല്ല, അവരുടെ മോറൽ പവർ കൊണ്ട് അവരുടെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അത്രയും തേജസ്സുറ്റ പ്രതിഭയുള്ള ആളുകൾ ഈ കഷ്ടതയാർന്ന കാലങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയിരുന്നത് കൊണ്ട് നമ്മൾ ഈ 50-ാം വർഷം വിജയകരമായി പൂർത്തിയാക്കി. ഇനിയിപ്പോ വരാൻ പോകുന്ന കാലം നിശ്ചയമായും ഈ ദേശീയ പരിവർത്തനത്തിന് അനുകൂലമായി കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക്. അതുകൊണ്ട് വരാൻ പോകുന്ന കാലത്ത് ഈ ദേശീയ മുന്നേറ്റത്തിൽ നായകത്വം വഹിക്കുന്ന മറ്റ് ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അതിന്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ഈ 50-ാം വർഷാഘോഷത്തിന്റെ ഒരു സവിശേഷത വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുകയാണ്. സെമിനാറുകൾ നടക്കുന്നു, എക്സിബിഷനുകൾ നടക്കുന്നു, ലഹരിക്കെതിരെയുള്ള പരിപാടി നടന്നു, നമസ്തേ കിള്ളിയാർ എന്നുള്ള പരിപാടി നടന്നു. ഈ പരിപാടികളെല്ലാം വളരെ ആഴമുള്ള പരിപാടികളാണ്. ആ പരിപാടികളെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ നടന്നു? ഈ പരിപാടികളെല്ലാം വന്ന് പങ്കെടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ വളരെ ഓതന്റിക് ആയിട്ടുള്ള, അതിന് അർഹതയുള്ള, രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നു. അത്തരമൊരു പരിപാടിയിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജന്മഭൂമിയുടെ വേദിയിൽ അവർ വരുന്നു. അങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം അതിന്റെ സംഘാടകരാണ്. ആ സംഘാടകരെന്ന് പറഞ്ഞാൽ ജന്മഭൂമി അതിന്റെ നടുക്ക് വെറുതെ നിന്നു കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ഈ മുഴുവൻ ആളുകൾ അവരെ അതിലെ ഓരോരോ വിഭാഗത്തിന്റെ അധ്യക്ഷന്മാരാണ്. നമ്മുടെ വിവിധ സെമിനാറുകൾ, എക്സിബിഷൻ, ഇങ്ങനെ വിവിധ പരിപാടികളുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ അധ്യക്ഷന്മാരാണ് വേദിയിൽ പോയി ഇരിക്കുന്നത്. ആ നിര
ഇവിടെ പങ്കെടുത്തിട്ടുള്ളവരെക്കാൾ പ്രഗത്ഭമായ നിരയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്ന് ജന്മഭൂമിയോടൊപ്പം അത്രയും കരുത്തുറ്റ ഒരു നിര നമ്മുടെ കൂടെ അണിനിരന്നിരിക്കുന്നു. അതിനേക്കാൾ കരുത്തുറ്റ ഒരു നിര ഇത് കേൾക്കാൻ ഈ സദസ്സിൽ അണിനിരന്നിരിക്കുന്നു. അതൊരു വലിയ ആത്മവിശ്വാസമാണ്. 2047 നമ്മുടെ ഭാരതത്തിന്റെ, സ്വതന്ത്ര ഭാരതത്തിന്റെ 100-ാം വർഷം. അത് ആ 100-ാം വർഷത്തെ പുലരി നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദേശീയ ചൈതന്യത്തിന്റെ പ്രകാശം പരത്തുന്ന പുലരിയായിരിക്കണം. ആ 2047 എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഭാരതം മുഴുവൻ അണിഞ്ഞൊരുങ്ങുകയാണ്, തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പിൽ കേരളവും അണിചേരുകയാണ്. ആ തയ്യാറെടുപ്പിൽ ജന്മഭൂമിയും അതിന്റെ പങ്കുവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ 50-ാം വർഷത്തിന്റെ സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.